നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കറു ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ ജില്ലകളിൽ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് ഉച്ചയോടെ കഴിഞ്ഞു. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായി ഇന്നും വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു സ്ഥാനാർത്ഥികൾ. തെക്കൻ കേരളത്തിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 3 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ 11,168 വാർഡുകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി 15,432 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഏറ്റുവാങ്ങിയ സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങും. ഒന്നാം ഘട്ടത്തിൽ 7 ജില്ലകളിലായി 62,51,219 പുരുഷന്മാരും 70,32,444 സ്ത്രീകളും 126 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 1,32,83,789 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 480 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. ജില്ലയിലെ 186 ബൂത്തുകളിലാണ് പ്രശ്നസാധ്യതയുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷയും വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവേശം കൊട്ടിക്കേറിയ പരസ്യപ്രചാരണത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചരണത്തിലുള്ള ദിവസമാണ്. നിശബ്ദ പ്രചരണമാണെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രചരണം സജീവമാണ്. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ വിഴിഞ്ഞം വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. 66-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ഫ്രാൻസിസ് ആണ് ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചത്. മലപ്പുറം എടക്കരയിൽ UDF സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. മൂത്തടം പഞ്ചായത്തിലെ 7-ാം വാർഡ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീനയാണ് മരിച്ചത്. ഖബറടക്കം മൂത്തടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഈ വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ അവസാന കാലത്തെ ഭരണസമിതി തീരുമാനങ്ങൾ രഹസ്യമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ. കഴിഞ്ഞ ഭരണസമിതികളുടെ നിരവധി യോഗങ്ങളുടെ മിനിറ്റ്സുകൾ ഔദ്യോഗിക വെബ്സൈറ്റായ സകർമയിൽ പ്രസിദ്ധീകരിച്ചില്ല. ചട്ടം മറികടന്നുള്ള നീക്കം അഴിമതിക്ക് വേണ്ടിയെന്നാണ് ആക്ഷേപം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമാണ് നാളെ. എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഡിസംബർ മാസത്തിൽ പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കും. എന്നാൽ കഴിഞ്ഞ ഭരണസമിതികളുടെ അവസാന കാലത്തെ നിരവധി യോഗങ്ങളുടെ മിനിറ്റ്സുകൾ സകർമയിൽ പ്രസിദ്ധീകരിക്കാതെ സെക്രട്ടറിമാർ അഴിമതിക്ക് വഴിയൊരുക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തായ തലസ്ഥാന ജില്ലയിലെ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് 6 മിനിറ്റ്സുകൾ ഇനിയും പ്രസിദ്ധീകരിക്കാനുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 18 മിനിറ്റ്സുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. നിരവധി ദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിയ നെടുമങ്ങാട് ബ്ലോക്ക് 4 മിനിറ്റ്സുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കേരളത്തിലെ ആകെ സ്ഥിതിയെടുത്താൽ 19,149 യോഗങ്ങളുടെ മിനിറ്റ്സുകളാണ് രഹസ്യമാക്കി വച്ചിട്ടുള്ളത്. തദ്ദേശ ഭരണസമിതിയുടെ അവസാന മാസങ്ങളിൽ ഇലക്ഷൻ മുന്നിൽ കണ്ട നിരവധി കമ്മിറ്റികൾ ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. തുടർച്ചയായ 7-ാം ദിവസവും പ്രതിസന്ധി ഒഴിയാതെ ഇൻഡിഗോ. പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സമയം വേണമെന്ന് DGCAക്ക് മറുപടി നൽകി ഇൻഡിഗോ CEOയെ DGCA നിയോഗിച്ച സമിതി വീണ്ടും വിളിപ്പിച്ചേക്കും. രാജ്യവ്യാപകമായി ഇന്ന് റദ്ദാക്കിയത് 500-ലധികം വിമാന സർവീസുകളാണ്. ബുദ്ധിമുട്ട് നേരിട്ട യാത്രക്കാരുടെ ആവശ്യങ്ങൾ എയർലൈൻ ഓപ്പറേറ്റേഴ്സ് നടപ്പാക്കണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു വ്യക്തമാക്കി. ഡൽഹിയിൽ ഇൻഡിഗോയുടെ 134-ലേറെ സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ബാംഗ്ലൂരിൽ 127 സർവീസും ഹൈദരാബാദിൽ 77 വിമാന സർവീസുകളും റദ്ദാക്കി. അതേസമയം 91% വിമാന സർവീസുകളും ഇന്ന് കൃത്യസമയം പാലിച്ചതായി ഇൻഡിഗോ അറിയിച്ചു. സോഫ്റ്റ്വെയർ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷണം നടത്തി. തുടർച്ചയായ സാങ്കേതിക വിദ്യാ നവീകരണം നടക്കുന്നുണ്ട്. രാജ്യത്തെ വ്യോമയാന മേഖലയ്ക്ക്
ഉയർന്ന ആഗോള നിലവാരം പുലർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു രാജ്യസഭയിൽ പറഞ്ഞു. Vision from the government is to have the top standards, global standards in the country for aviation. And it is with that vision that we are working. റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് ഇതുവരെ 827 കോടി രൂപ ഇൻഡിഗോ റീഫണ്ട് ചെയ്തു. 3000-ഓളം ബാഗേജുകളും എത്തിച്ചു നൽകി. ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ഡൽഹി വിമാനത്താവളം നിർദ്ദേശം നൽകി. 24 ഡൽഹി. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷിക ചർച്ചയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വന്ദേ മാതരത്തിലെ പ്രധാന വരികൾ നെഹ്റു ഒഴിവാക്കിയെന്നാണ് വിമർശനം. രാജ്യത്തെ പ്രശ്നങ്ങൾ മറയ്ക്കാൻ വന്ദേ മാതരത്തെ സർക്കാർ ഉപയോഗിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി തിരിച്ചടിച്ചു. ലോക്സഭയിൽ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയ്ക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺഗ്രസ് വന്ദേമാതരത്തെ അവഗണിച്ചുവെന്ന് ആരോപിച്ചു. വന്ദേമാതരത്തെ എതിർത്ത മുഹമ്മദ് അലി ജിന്നയ്ക്ക് ജവഹർലാൽ നെഹ്റു വഴങ്ങി. വന്ദേമാതരം के प्रति मुस्लिम लीग की विरोध की राजनीति तेज होती जा रही. मोहम्मद अली जिन्ना ने लखनऊ से 15 अक्टूबर 1937 को वंदे मातरम के विरुद्ध का नारा बुलंद किया. फिर कांग्रेस के तत्कालीन अध्यक्ष जवाहरलाल नेहरू को अपना सिंहासन डोलता दिखा. അടിസ്ഥാനമില്ലാത്ത ആരോപണത്തിലൂടെ പ്രധാനമന്ത്രി ഭരണഘടനാ ശില്പികളെ അപമാനിച്ചുവെന്ന് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കണ്ടാണ് വിഷയം ചർച്ച ചെയ്യുന്നത്. നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണമെന്നും ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും പ്രിയങ്ക ഗാന്ധി. वंदे मातरम को विभाजित करने का आरोप लगाकर आप पूरी संविधान सभा पर आरोप लगा रहे हैं. उसके हर एक नेता को दोषी ठहरा रहे हैं. यह हमारी संविधान सभा और हमारे संविधान का खुला वार है. വന്ദേമാതരം പ്രത്യേക ചർച്ച നാളെ രാജ്യസഭയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്ക് തുടക്കമിടും. നാളെ ലോക്സഭയിൽ SIR സംബന്ധിച്ചുള്ള 10 മണിക്കൂർ ചർച്ച നടക്കും. 24 ഡൽഹി. പഞ്ചാബിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ വിമർശനത്തിൽ നവജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ നവജോത് കർ സിദ്ധുവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 500 കോടി കൈവശമുള്ളവർക്ക് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയൂ എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നടപടി. കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു നവജോത് കൗർ സിദ്ധുവിന്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയാകണമെങ്കിൽ 500 കോടി രൂപയുടെ സ്യൂട്ട് കേസ് നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടുവെന്നായിരുന്നു ആരോപണം. തങ്ങളുടെ കയ്യിൽ പണമില്ല, അവസരം നൽകിയാൽ പ്രവർത്തിച്ചു കാണിക്കും, പഞ്ചാബിനെ സുവർണ പഞ്ചാബാക്കും, നവജോത് കൗർ സിദ്ധു പറഞ്ഞു. പിന്നാലെ നവജോത് കൗർ സിദ്ധുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പഞ്ചാബ് PCC ഔദ്യോഗിക കുറിപ്പിറക്കി. നവജോത് കൗർ സിദ്ധുവിനെതിരെ നടപടിയെടുക്കണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ആരോപണം ഗൗരവമുള്ളതാണെന്നും കോൺഗ്രസ് വിശദീകരണം നൽകണമെന്നും ആം ആദ്മി പാർട്ടിയും BJPയും ആവശ്യപ്പെട്ടു. പഞ്ചാബ് കോൺഗ്രസിൽ ഉൾപ്പോര് രൂക്ഷമെന്നും ഇപ്പോൾ തന്നെ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ടെന്നും നവജോത് കൗർ സിദ്ധു ആരോപിച്ചിരുന്നു. 24 ഡൽഹി. ജപ്പാനിൽ ഭൂചലനം 7.6 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തെ തുടർന്ന് ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. 3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തീരദേശവാസികളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും കാലാവസ്ഥാ ഏജൻസി നിർദ്ദേശം നൽകി. ഹൊക്കൈഡോ, അമോരി, ഇവാറ്റെ പ്രവിശ്യകളിലാണ് സുനാമി മുന്നറിയിപ്പ്. വടക്കൻ ജപ്പാനിലെ മിസാവയ്ക്ക് സമീപമാണ് പ്രഭവ കേന്ദ്രം. വെൽക്കം ബാക്ക്. ലേറ്റ് എഡിഷൻ തുടരുന്നു. ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ഇവർക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-നാണ്. സംഭവം നടന്ന് 8 വർഷവും 10 മാസവും തികഞ്ഞിരിക്കെയാണ് വിധി വന്നത്. രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം.
കൊച്ചി നഗരത്തിൽ യുവനടിയെ കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ വി, വിജീഷ് VP, വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. ദിലീപിനെ കൂടാതെ 7ാം പ്രതി ചാർലി തോമസ്, സനൽകുമാർ, ശരത് എന്നിവരെയും വെറുതെ വിട്ടു. ദിലീപിനെ പോലീസ് വേട്ടയാടിയെന്ന് അഭിഭാഷകൻ B. രാമൻപിള്ളയുടെ പ്രതികരണം. ഒരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ് അത്. അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളത്. ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥർ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് വൈദ്യുതി പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അതേസമയം കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. 6 പ്രതികളെയും തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. പൊതുബോധത്തെ ഏറെ സ്വാധീനിക്കുന്ന കേസുകളിൽ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് പാഠമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് നൽകുന്നത്. കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുവെന്നും മേൽക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം ലഭിച്ചുവെന്നും നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. ഇത് അന്തിമ വിധിയല്ലെന്നും മേൽക്കോടതികൾ ഉണ്ടെന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച B. സന്ധ്യ പ്രതികരിച്ചു. കേസിൽ നടിക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മന്ത്രി P. രാജീവ്. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും മന്ത്രി. ഇല്ല, പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല. ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. അതേസമയം മേൽക്കോടതികളുണ്ടെന്നായിരുന്നു കേസിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച B. സന്ധ്യയുടെ പ്രതികരണം. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷനായിട്ടില്ലെന്നും മുൻ DGP. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത്. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് നീക്കം. അതിജീവിതയുടെ നിലപാടും നിർണായകമാകും. 24 കൊച്ചി. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തി വിധിക്ക് പിന്നാലെ ദിലീപിന്റെ പ്രതികരണം. കേസിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് കള്ളക്കഥ മെനയുകയായിരുന്നുവെന്നും ദിലീപ് ആരോപിച്ചു. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ എറണാകുളം ദർബാർ ഹാളിൽ മഞ്ജു വാര്യർ നടത്തിയ ഈ പ്രസംഗം സൂചിപ്പിച്ചാണ് തന്നെ വെറുതെ വിട്ട വിധിയിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതി പൾസർ സുനിയെയും ജയിലിലെ മറ്റു പ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞെന്നും അത് കോടതിയിൽ തകർന്നെന്നും ദിലീപ്. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. വിധിക്ക് പിന്നാലെ അഭിഭാഷകൻ B. രാമൻപിള്ളയുടെ വസതിയിലെത്തി ദിലീപ് നന്ദി പറഞ്ഞു. കോടതി പരിസരത്തും ദിലീപിന്റെ വസതിക്ക് മുന്നിലും ആരാധകർ മധുര വിതരണം നടത്തി. 24 കൊച്ചി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൽ ഒരാൾ കൂടി പിടിയിലായി.
കൂടത്തായി അമ്പലക്കുന്നുമൽ സ്വദേശി റാമിസ് ആണ് ജയ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഈ സംഭവത്തിന് ശേഷം രാജസ്ഥാനിലേക്ക് കടന്നയാൾ ആണോ ഇപ്പോൾ പിടിയിലായത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ സംഭവത്തിൽ എങ്ങനെയാണ് ഈ പ്രതി പങ്കാളിയായത്? പ്രജിൻ, ഈ സംഘർഷത്തിൽ പങ്കെടുത്ത ആളാണ്. അയാളെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ജയ്പൂർ എയർപോർട്ടിൽ വെച്ചാണ് പിടികൂടിയിട്ടുള്ളത്. പറഞ്ഞതുപോലെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാളെ, അതായത് കൂടത്തായി അമ്പലക്കുന്നുമൽ റാമിസ് 43 വയസ്സാണ്, ജയ്പൂർ എയർപോർട്ടിൽ വെച്ച് തടഞ്ഞു വെക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് എയർപോർട്ടിലെത്തിയ ഇയാളെ തടഞ്ഞു വെക്കുകയും താമരശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയും അങ്ങനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഈ ഒരു അറസ്റ്റോടുകൂടി നിലവിൽ ഇപ്പോൾ 30 പേർ ഈ താമരശ്ശേരിയിലെ ഈ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. താമരശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രജിൻ. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. MBBS അഡ്മിഷൻ വാരം സംഘടിപ്പിക്കാനൊരുങ്ങി 24 സ്റ്റഡി അബ്രോഡ്. എറണാകുളം പലാരിവട്ടത്തുള്ള 24 സ്റ്റഡി അബ്രോഡിന്റെ ഓഫീസിലും കോഴിക്കോട് മിനി ബൈപ്പാസ് റോഡിലുള്ള ഓഫീസിലും ഈ മാസം 10 മുതൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ടെത്തി അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാം. ജനുവരിയിൽ ഉസ്ബെക്കിസ്ഥാനിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ കുറഞ്ഞ ഫീസിൽ വിദ്യാർത്ഥികൾക്ക് MBBSന് അഡ്മിഷൻ നേടാം. +2 മിനിമം 60% മാർക്ക് വേണം. MBBS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അക്കാഡമിക് രേഖകളും പാസ്പോർട്ടിന്റെ പകർപ്പും സഹിതം 24 സ്റ്റഡി അബ്രോഡിന്റെ പലാരിവട്ടം ഓഫീസിലോ കോഴിക്കോട് ഓഫീസിലോ ഉടൻ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തി വെക്കുക: 9001 9001 56 8111 991721. തിരികെ വാർത്തകളിലേക്ക്. കളങ്കാവൽ ചിത്രത്തെ സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ് മമ്മൂട്ടിയും വിനായകനും. ജിതിൻ കെ ജോസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച 7ാമത്തെ ചിത്രമാണ്. വേഫർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിലെത്തിച്ചത്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. താരതമ്യേന പുതിയ എഴുത്തുകാരും ഒരു പുതിയ സംവിധായകനും കുറേ പുതിയതും പഴയതുമായ കലാകാരന്മാരും ഈ സിനിമയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പേരിലും അവരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ മലയാളി ഈ സിനിമ കണ്ട പ്രേക്ഷകരോട് എല്ലാവരോടും ഭാഷാഭേദമന്യം നന്ദി നന്ദി നന്ദി. എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ഒന്നും പറയാനില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പറയാനുള്ളതൊക്കെ സിനിമയിലുണ്ട്, പുള്ളിയുടെ ഇനിയുള്ള സിനിമകളിലും ഉണ്ടാവും അല്ലേ? ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസ്. IFFK സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് കേസ്. പരാതി PT കുഞ്ഞുമുഹമ്മദ് നിഷേധിച്ചു. മനസാ വാച അറിയാത്ത കാര്യമാണെന്നും പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്നും PT കുഞ്ഞുമുഹമ്മദ് 24നോട് പറഞ്ഞു. 25 കൊല്ലമായിട്ട് ടെലിവിഷനിലുള്ളതാണ്, പൊതുരംഗത്തുള്ള. ഇതിനെ പറ്റിയുള്ള എന്തെങ്കിലും കേട്ടിട്ടുണ്ട്? ഞാൻ മനസാ വാച കർമ്മള ഒരാളോട് മോശമായിട്ട് പെരുമാറാറില്ല. ഞാൻ പെരുമാറിയിട്ടുമില്ല. അവരങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവരോട് മാഫി ചോദിക്കുന്നത് ഞാൻ പറയണ. അല്ലാണ്ട് വേറെ എന്താ പറയാനുള്ളതിൽ ഉദയമാരായിട്ട് പോകാൻ ചോദിക്കില്ല. എനിക്കാണെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അങ്ങനെയാണ് ഞാൻ ചെന്നത് തന്നെ. എഡിഷൻ പൂർത്തിയാവുന്നു. നമസ്കാരം.